ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോന്റെ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, എന്നാലേ അവർക്ക് ഇതെന്ത് വീഡിയോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ മാമിയും മാമനും കൂടി ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും പോവല്ലേ, അപ്പൊ ഞങ്ങൾ ഇത് 2 days ടൂർ ആക്കി മാറ്റാൻ വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്, മൈസൂർ, ബാംഗ്ലൂരൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം കുറച്ച് നേരം എന്നുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ വരവ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രാത്രി സമയത്താണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചതാണ്, എന്നാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്നുകൂടി കഴിക്കാൻ കരുതി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഇടയിലാണ് കാറിന്റെ വൈപ്പറിൽ വെള്ളം തീർന്നു കിടക്കുകയെന്ന് പറഞ്ഞത്. അപ്പൊ ആ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നിറക്കിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയത്. പിന്നെ ഞങ്ങൾ എവിടെ മിറർ കണ്ടാലും വിടില്ലല്ലോ, അങ്ങനെ ആ മിററിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കരുതി. അങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന പണിയായിരുന്നു. പിന്നെ രാത്രി ആയിട്ട് നിങ്ങൾ മാമിയുടെയും മാമന്റെയും മുഖമൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതുകൂടി ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു. എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം മറന്നുപോയി. നിങ്ങൾക്ക് അറിയാലോ, ഒരു മുന്നേ എടുത്ത വീഡിയോ ആണ്, ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ കഴിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊറാട്ടയും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റവും ബീഫിന്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ പറ്റുക. അപ്പൊ അതാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ സോറി ഗൈസ്, ഞാൻ ഹോട്ടലാണ് കരുതിയത്. സോറി, ഹോട്ടലല്ല, റെസ്റ്റോറന്റ് ആയിരുന്നു. ഇപ്പൊ അവിടെ റെസ്റ്റോറന്റിന്റെ ബോർഡ് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇപ്പം ഞാൻ ഫോണിൽ ടൈം കാണിക്കുന്നുണ്ട്. ആ ടൈം കാണിക്കുമ്പോഴാണ് എനിക്ക് എല്ലാതും ഓർമ്മ വന്നത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ജൂൺ 11 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 days കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വയനാട് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം ഞങ്ങൾ കയറുന്ന ടൈം 12:10 ആയിട്ടുണ്ട്. അപ്പൊ ഈ ജൂണിൽ എടുത്ത വീഡിയോ ഇപ്പൊ ഇറക്കാൻ കാരണം അത്രത്തോളം തിരക്കിലും പിന്നെ അത് മാത്രമല്ല എഡിറ്റിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണമാണ്. എന്തായാലും ഫൈനലി ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പറ്റിയതിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഹോട്ടലിന്റെ പേരൊന്നും ഓർമ്മയില്ല, എന്തായാലും നൈസ് ആയിരുന്നു, കാരണം അത്രയും നീറ്റിലായിരുന്നു ആ റൂം ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണാം ഗൈസ്. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ മാമിയും മാമനും വേറെ റൂമിലായിരുന്നു, ഞങ്ങൾ വേറെ റൂമിലായിരുന്നു. അപ്പോൾ അവരും വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഈ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം ഞങ്ങൾ കഴിച്ചത് പൊറാട്ട, പുട്ട്, എഗ് കറി ആൻഡ് കുറുമയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ ഫുഡ് ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. പിന്നെ വയനാട് ഇഷ്ടപ്പെടാത്തവരുണ്ടോ ഗൈസ്? എനിക്കറിഞ്ഞൂടെ വയനാട് ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്നുള്ളത്. എനിക്ക് എന്തായാലും നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വയനാട്ടിലാണെങ്കിൽ അറിയാലോ, ഒരുപാട് മരങ്ങളും കാട് പോലെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം, പിന്നെ കിളികളെ ശബ്ദം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു യാത്ര. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം കർണാടകയിൽ എത്താനായിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയത്താണ് കുറേ സൺഫ്ലവർ ഒക്കെ കണ്ടത്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ പോകാൻ പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് റോഡിലൂടെയാണ്. അപ്പോൾ അറിയാലോ, അവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ കണ്ടാലും നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തതിൽ കുറച്ച് മൃഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം ഞങ്ങൾ മൈസൂർ റൂട്ടിലെത്തിയിട്ടുണ്ട്. എന്തിനാണ് മൈസൂരിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം മൈസൂർ സൂ കാണാനാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ബിഗ്ഗസ്റ്റ് സൂ ആയിരുന്നു അത്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ഓൾഡസ്റ്റ് സൂ, വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് കരുതി. മൈസൂർ സൂ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കാണാം. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്കിനി ഒരുമിച്ച് കാണില്ലേ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാട്ടോ.
ഗൈസ് സൂപ്പർ സൂ ആയിരുന്നു. അത്രമാത്രം നടന്നിട്ട് കാണാനുള്ളത് മാത്രം ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുഴങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കുന്ന ഭാഗമൊന്നും അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ആ ലോകത്തായി പോയി. അപ്പം മാമനും ഞാനും കഴിച്ചത് മീൽസ് ആയിരുന്നു. ഞാനും ഏട്ടനും കഴിച്ചത് പനീർ മസാലയും നാനും ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മൈസൂർ പാലസിൽ പോയി. പക്ഷെ പാലസിൽ ഞാൻ ഓൾറെഡി പോയതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് വൃന്ദാവൻ ഗാർഡനിലാണ് മൈസൂരുള്ളത്. അവിടെ എന്താ വാട്ടർ ഷോ ഉണ്ട് വിത്ത് ലൈറ്റനിങ് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത്. ഇനി അവിടുത്തെ അടിപൊളി കാഴ്ചകൾ കാണാം. അപ്പൊ ഗായ്സ് ഇത്രയും നേരം ഞങ്ങൾ വീഡിയോ എടുത്തത് ലാൻഡ്സ്കേപ്പ് മോഡിലായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ ലോകത്തായി പോയതുകൊണ്ട് ഫോണിന്റെ രീതി ഒന്നും ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് പോർട്രേറ്റ് മോഡിലാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കണം. അപ്പൊ ഇപ്പം ഞങ്ങളുള്ളത് വൃന്ദാവൻ ഗാർഡനിലാണ്. അപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റനിങ് ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ അവിടെ വാട്ടർ ഷോ തുടങ്ങാനായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടുകയായിരുന്നു. തുടങ്ങാനായിട്ട് പോയിട്ട് അവിടെ സീറ്റ് പിടിക്കണമല്ലോ വിചാരിച്ചിട്ട് വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും വിചാരിച്ചു ഇതിന് മാത്രം എന്താണ് അവിടെ ഉണ്ടാവാൻ പോണതെന്ന്. അപ്പൊ സത്യം പറയാനുള്ള ഗൈസ് നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ടപ്പം കണ്ണിനും കുളിർമ അതുപോലെ തന്നെ മനസ്സിനും കുളിർമ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ ഫുള്ളും അതുപോലെ തന്നെ ഇടാൻ പറ്റില്ല. അവിടെ ഒരുപാട് സോങ്ങിന്റെ കൂടിയാണ് ഈ ലൈറ്റും വാട്ടർ എഫക്റ്റും ഒക്കെ വരുന്നത്. അപ്പൊ അത് എനിക്ക് അതുപോലെ ഇട്ടുണ്ടെങ്കിൽ എന്തായാലും കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ എത്രമാത്രം ആ ഫീൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ പോയി നോക്കുമ്പോഴേക്കും അത് ആ ഫീൽ എനിക്ക് കിട്ടാൻ തോന്നുന്നത്. ചെറിയ ക്ലിപ്പായിട്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? ഇതിനെക്കാട്ടി ഒരുപാട് സോങ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് ലൈറ്റിംഗ് എഫക്റ്റും ഉണ്ട്. പിന്നെ ഞാനിത് കുറച്ച് സ്പീഡായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ റൂമിലെത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്, മറക്കരുത്. ലവ് യു.